6 വിന്നർ ആകാൻ എന്നല്ല, യഥാർത്ഥത്തിൽ നല്ല മത്സരാർത്ഥികൾ കുറേ പേര് പുറത്ത് പോയില്ലേ. ഇപ്പോൾ ഉള്ളിൽ കുറച്ച് പേരുണ്ട്. ജിൻഡോ വിജയിക്കണം, ജിൻഡോ ടോപ്പാവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ജാസ്മിൻ വിജയിക്കാനാണ് സാധ്യത കൂടുതൽ. ജാസ്മിൻ വിജയിക്കുമെന്ന് എനിക്ക് തോന്നി പറഞ്ഞു. ആരും പറഞ്ഞല്ല ജിൻഡോ വിജയിക്കണം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ആദ്യം ഒരു 50-60 ദിവസം നമ്മളെല്ലാവരും, അല്ലെങ്കിൽ നിങ്ങളിൽ, അല്ലെങ്കിൽ നമ്മളിൽ പലരും ആ ബിഗ് ബോസ് ഷോ കാണാൻ വേണ്ടി കയറിയെങ്കിൽ ആ വാഴത്തോട്ടത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആഗ്രഹത്തോടെ തന്നെ കയറിയതല്ലേ? കള്ളം പറയരുത്, സത്യസന്ധമായി പറ. കൂടുതൽ ആൾക്കാരെ ആകർഷിച്ചത് ജിൻഡോയുടെ ആക്ടിവിറ്റി കാണാൻ വേണ്ടിയാണോ, അതോ വാഴത്തോട്ടത്തിലെ കലാപരിപാടികൾ ഇനി അടുത്തത് എന്താവുമെന്ന ഉത്കണ്ഠയായി കൊണ്ട് കയറിയതാണ്? സത്യം പറയണം. ഏതവസ്ഥയിലും നമ്മൾ സത്യം പറയാനും സത്യത്തിൽ ജീവിക്കാനും. അപ്പം കൂടുതൽ കാശ് കിട്ടിയതും ഇതിന് റേറ്റിംഗ് കൂട്ടിയതും ആളാരാണ്? വാഴത്തോപ്പ്. അതാണ് മിടുക്കൻ. അങ്ങനെ അതായിരിക്കണം. ഏത് മൊമെൻറ്റിലും സത്യം പറയാനും സത്യത്തിൽ ജീവിച്ചാൽ പോയാൽ ലാസ്റ്റിലും. കാരണം സത്യം എപ്പോഴും താന്നേ കിടക്കത്തുള്ളൂ. കള്ളം ഇങ്ങനെ പൊങ്ങി കിടക്കണം, അല്ലേ? കള്ളം വെള്ളത്തിൻ്റെ മുകളിലാണ് കിടക്കുന്നത്, സത്യം അടിയില്ല. സത്യം പൊങ്ങി വരുമ്പോൾ ഈ കള്ളമെല്ലാം അപ്രത്യക്ഷമായി പോകും. അപ്പം അതുകൊണ്ട് റേറ്റിംഗ് കൂട്ടിയത് സീസൺ 2 എടുക്കുക. എൻ്റെ സീസൺ എടുത്താൽ കോടാനുകോടി റേറ്റിംഗ് കിട്ടിയത്, അല്ലെങ്കിൽ എമൗണ്ട് കിട്ടിയത്, അല്ലെങ്കിൽ ഭയങ്കര സക്സസ്ഫുൾ ആവും. ലോകം മൊത്തം ജനകീയമായതും വൈറലായതും, അല്ലേ? എത്രയേറെ TV എറിഞ്ഞു പൊട്ടിച്ചത്, എത്രയും മൊബൈൽ പൊട്ടിച്ചത് ഓർമ്മയില്ലേ? എയർപോർട്ടിൽ സ്വീകരിക്കാൻ കൂടി അത്രയും, അല്ലേ? ആ കൊറോണ സമയം. അപ്പോൾ അത്രയും റേറ്റിംഗ് ഉണ്ടായിട്ട് പോലും എനിക്ക് പുറത്ത് പോവേണ്ടി വന്നു. അത് ബിഗ് ബോസിൻ്റെതായ നിയമവ്യവസ്ഥ, ഞാനത് പാലിക്കുന്നു, അല്ലേ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിഗ് ബോസിന് ഒരു നിയമവ്യവസ്ഥകളുണ്ട്. അപ്പം ഈ പറയുന്ന വലിയ ആൾക്കാരെ കരുതേക്കുന്ന പരിപാടിയിൽ ഏഷ്യാനെറ്റിൻ്റെയും, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ അഖിൽമാരുടെ കാര്യം കൂട്ടി ഇത് കൂടെ ചേർത്ത് തന്നെ പറയുന്നു, ഈ അഖിൽമാരാർ അദ്ദേഹം ഉന്നയിച്ച കാര്യം തെറ്റാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? അല്ല, തെറ്റാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ചാനലിനുമുണ്ട്, ബിഗ് ബോസ് ഷോയുടെ അധികൃതർക്കുമുണ്ട്. അത് തെറ്റാണ് തെളിയിക്കേണ്ടത്. അത് രണ്ടുപേരും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇനി മേലെ ഈ ഒരു വിഷയത്തിൽ ഞാൻ ചർച്ച ചെയ്യാം. പിന്നെ ബിഗ് ബോസ് വിന്നർ ആയിട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ജിൻഡോ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം 10 പേരുള്ളതിൽ ഒരു ചോദ്യം ലാലേട്ടൻ ചോദിച്ചില്ല, ഹാർഡ് വർക്ക് ചെയ്തത് ആരാണ്? ഞാൻ ഹെവി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. നിങ്ങളിപ്പോൾ ഒരു സിനിമയുടെ ഒരു ചാൻസ് തന്നാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു കടയിൽ എനിക്ക് ജോലി തന്നാൽ അവിടെ മാട് പോലെ പണിയെടുക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ്. എനിക്ക് ആരും സഹായിച്ച് കയറി വന്നാലും ഞാൻ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ കട്ടയ്ക്ക് മാട് പോലെ പണിയെടുത്ത് കയറി വരുന്ന ആളാണ് ജിൻഡോ എന്ന് പറയുന്ന ആൾ. പുള്ളിക്ക് ഇത്തിരി സൗന്ദര്യക്കുറവുണ്ട്, അല്ലെങ്കിൽ പുള്ളി അത്രയും എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ട് ലുക്ക് കാണില്ല. പക്ഷേ ലുക്കല്ല, വർക്കാണ് നോക്കേണ്ടത്, അല്ലേ? അവൻ വർക്കിൽ കേമനാണ്, ഹാർഡ് വർക്കറാണെന്ന് ചോദിച്ചപ്പം 10-ൽ 7 പേര് 8 പേരും ജിൻഡോയുടെ പേരാണ് പറഞ്ഞത്. അപ്പോൾ വിജയിക്കേണ്ട ആളാര് തന്നെയാണ്? ജിൻഡോ തന്നെയാണ്. ഞാൻ ജിൻഡോയ്ക്ക് സപ്പോർട്ടാണ്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. വിന്നർ ജാസ്മിൻ ആണ് സാധ്യത എന്ന് പറഞ്ഞത്. പൈസ കൂടുതൽ കിട്ടിയതും, അല്ലെങ്കിൽ നമ്മളെല്ലാം കയറിയതും റേറ്റിംഗ് കൂട്ടിച്ചതും ആരെന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. ഈ ജാസ്മിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ബിഗ് ബോസിൽ? അല്ല, ബിഗ് ബോസിൽ ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെയും പാതയിൽ നിൽക്കുമ്പോൾ ഈ സീസണിൽ ബിഗ് ബോസ് അനീതി ചില കാര്യങ്ങളിൽ പ്രവർത്തിച്ചു എന്നുള്ളത് എനിക്ക് തോന്നിയതും കൂടെ ഞാൻ പറയാം. ബിഗ് ബോസ് ഈ സീസണിൽ കുറച്ച് ബിഗ് ബോസ് ഡയറക്ടേഴ്സ്, ബിഗ് ബോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിനെ അല്ല, ബിഗ് ബോസ് ഡയറക്ടേഴ്സ് കുറച്ച് അനീതി പ്രവർത്തിച്ചു എന്ന് എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങൾ പറയാം. പക്ഷെ ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ എസ് എന്ന് ഉറക്കെ പറയണം, എന്നിട്ട് ഇതിപ്പോൾ മ്യൂട്ട് ചെയ്ത് കളയണം. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഏത് സീസണുകളിൽ, 5 സീസണുകളിലും അതുപോലെ തന്നെ ഈ സീസണുകളിലെ മറ്റ് മത്സരാർത്ഥികളോടും ഒരു അനീതി ചെയ്തു? എന്താണെന്ന് ചോദിച്ചാൽ, പുറത്തു നിന്ന് രക്ഷകർത്താക്കൾ കയറി വന്നപ്പോൾ, അവർ വന്ന് കയറിയപ്പോൾ ചില രക്ഷകർത്താക്കളുടെ കയ്യിൽ പാവകളുണ്ടായിരുന്നു. ആ പാവകൾ അതിനകത്ത് മത്സരാർത്ഥികളുടെ കയ്യിൽ കൊണ്ട് കൊടുത്തത് തെറ്റ്. കാരണം മറ്റ് മത്സരാർത്ഥികൾക്ക് പിടിച്ചുകൊണ്ട് നടക്കാൻ ഒരു പാവയോ ടെഡി ബെയറോ ഒന്നും ഉണ്ടായില്ല. ശരിയാണോ തെറ്റാണോ? എൻ്റെ സീസണിൽ എല്ലാവർക്കും പാവ കൊടുത്തപ്പോഴാണ് ഞാൻ ചിന്നു എന്ന് പറഞ്ഞൊരു പാവയെ പിടിച്ചുകൊണ്ട് അന്ന് നടന്നത്. ഓർമ്മയുണ്ടല്ലോ? അന്ന് എല്ലാവർക്കും പാവ കൊടുത്തു. ഇന്ന് രക്ഷകർത്താക്കൾ കൊണ്ടുകൊടുത്ത ഫുഡ് കൊടുത്തോട്ടെ, കുഴപ്പമില്ല. 2, പുറത്തു നിന്ന് ഒരു രക്ഷകർത്താവുകൾ വന്നപ്പോൾ അകത്ത് കയറിയിട്ട് ഇതിലെ വാഴത്തോപ്പ് മത്സരാർത്ഥികളിലെ ഒരാളുടെ കഴുത്തിൽ കിടന്ന് മാലകളെല്ലാം തിരിച്ചു വാങ്ങിച്ചിട്ട് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു മാല അകത്തുള്ള ആളിന് ഇട്ടുകൊടുത്തപ്പോൾ അത് ഓതിയ മാലയാണോ, കൂടോത്രം ചെയ്ത മാലയാണോ, എനർജി ലെവൽ മാറിയ മാലയാണോ, അത് ആ വ്യക്തിയുടെ കളിയിലും മാറ്റം വരുത്തുമ്പോൾ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ആരും എനിക്ക് മാല കൊണ്ട് തന്നില്ലല്ലോ എന്നൊരു തോന്നലുണ്ടായാൽ അത് മറ്റ് മത്സരാർത്ഥികളോട് കാണിച്ച അനീതിയാണോ നീതിയാണോ? അനീതിയല്ലേ? പുറത്തുനിന്ന് കൊണ്ടുവന്ന് കൊടുക്കാൻ നിയമമില്ല. അപ്പോൾ ഈ സീസണിൽ മാത്രം ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. കഴിഞ്ഞ സീസണിൽ ഒരു സീസണിൽ, ഈ സീസണിലെ മറ്റു മത്സരാർത്ഥികൾ കിട്ടിയില്ലല്ലോ, അല്ലേ? അതപ്പോൾ ശരിയായിട്ടുള്ള നടപടിയായിട്ട് എനിക്ക് തോന്നിയില്ല. നിയമം പാലിക്കുമ്പോൾ തുല്യമായി പാലിക്കണം.
അതുകൊണ്ട് ഞാനിത് പറയുന്നത് ബിഗ് ബോസ് ഷോയുടെ ക്രെഡിബിലിറ്റി കുറഞ്ഞു പോകാതിരിക്കാനും പ്രേക്ഷകർ കുറയാതിരിക്കാനും വേണ്ടിയാണ്. അടുത്ത സീസണിലെങ്കിലും പുറത്തുനിന്ന് വരുന്ന രക്ഷകർത്താക്കളോ ആൾക്കാരാരാവട്ടെ അകത്തുള്ള മത്സരാർത്ഥികൾക്ക് ഒന്നും കൊണ്ടു കൊടുക്കാൻ അവസരം ഒരുക്കരുത്. ഫുഡ് ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല, പക്ഷേ വസ്തുക്കളോ സാധനങ്ങൾ കൊണ്ടു കൊടുത്താൽ നമുക്കൊരു ബലമായി. അത് കഴിഞ്ഞ ആഴ്ചകളിലെ എപ്പിസോഡിൽ ഒരു ദിവസം ഒരു മത്സരാർത്ഥി പറയുന്നുണ്ട്, എൻ്റെ പാരൻസ് വന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ബലമായി എന്ന്. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നിങ്ങൾ ആർക്ക് അറിയാമോ ഇല്ലെന്ന് എനിക്കറിഞ്ഞില്ല, ഒരു എനർജി ലെവൽ കളിയാണ് അതിനകത്തുള്ളത്. അതിനകത്ത് ബ്ലാക്ക് എനർജി, നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള പല എനർജികൾ ലോഡറ്റായിട്ടുള്ളത് കുറച്ച് പേർക്കറിയാം. നമ്മൾ ചില പ്രത്യേക എനർജി ലെവലിലാകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കൈവിട്ട് പോകും. പിന്നെ നമ്മൾ തന്നെ ആലോചിക്കും ഇതെങ്ങനെ സംഭവിച്ചു എന്ന രീതിയിൽ എനിക്ക് അനുഭവം പെട്ടിട്ടുണ്ട് എൻ്റെ കയ്യിൽ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കഴുത്തിലോ കയ്യിലോ, എൻ്റെ കഴുത്തിൽ 2 മാല ഉണ്ടായിരുന്നു, ഒരു കുരിശുണ്ടായിരുന്നു, ഒരു കൊന്ത ഉണ്ടായിരുന്നു, ഒരു രുദ്രാക്ഷം ഉണ്ടായിരുന്നു. എല്ലാം അഴിച്ച് വെപ്പിച്ചിട്ടാണ് എന്നെ അകത്തോട്ട് കയറ്റിയത്. അപ്പം മുമ്പ് നമ്മുടെ സീസണിലൊക്കെ കാര്യങ്ങൾ സ്ട്രിക്റ്റായിട്ട് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഈ സീസണിൽ വന്നപ്പോൾ കുറച്ച് വെള്ളം ചേർത്തതായിട്ടും മത്സരാർത്ഥികൾക്ക് കുറേ കൂടുതൽ സൗകര്യങ്ങൾ ചെയ്യുന്നതായിട്ടും കണ്ടു, അല്ലെങ്കിൽ ബോധ്യപ്പെട്ടു എന്നുള്ളതിൽ എനിക്ക് പറയാൻ ഒരു മടിയില്ല. അല്ലെങ്കിൽ പറയും ഞാൻ ബിഗ് ബോസിൻ്റെ അല്ലെങ്കിൽ ചാനലുകാരുടെ സേവകനായിട്ട് നടക്കും. അല്ല, എനിക്ക് ഈ ഷോ തടയാൻ അല്ലെങ്കിൽ നിൽക്കാൻ പാടില്ല. അത് കാരണം നമ്മുടെ പബ്ലിക് ഒരു ആക്ച്വലി നോക്കൂ, ഇങ്ങനെയുള്ള ഷോ ഉള്ളത് കൊണ്ടല്ലേ സുന്ദരന്മാരുടെയും സുന്ദരികളും സോ കോൾഡ് പുറമേ വിശുദ്ധ ബൈബിൾ മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ യേശുദേവൻ പറഞ്ഞ വചനം കട്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ തരില്ല. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടത്തിന് സദൃശ്യം. പുറത്തു നിന്ന് നോക്കുമ്പോൾ നല്ലവരും തോന്നുന്ന നിങ്ങളുടെ അകം കള്ളവും ചതിയാണ്. കൃത്യമായി കുറച്ച് മഞ്ചന്മാരുടെയും മഞ്ചത്തികളുടെയും സ്വഭാവം നമ്മൾ കണ്ടപ്പം പുറത്തു നിന്ന് നല്ല ക്യൂട്ടായിട്ട് തോന്നുന്ന ഈ അകം കംപ്ലീറ്റ് കപട വിശ്വാസികളുടെ പ്രവർത്തനമല്ലേ കാഴ്ചവെച്ചത്? ശരിയല്ലേ? എനിക്ക് ആദ്യം വിശ്വസിച്ച ആളാണ് ഞാൻ, പിന്നെ എനിക്കും വിഷമം തോന്നി. അപ്പം അങ്ങനെ ഉള്ളതല്ല സത്യത്തിൽ. അതിൽ നമ്മൾ പ്രത്യേകിച്ച് അൻസി ബാസിനെ എടുത്ത് പറയണം. വോട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ക്വാളിറ്റി ബിഹേവിയറിൽ അവസാനം വരെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഏറ്റവും നല്ല മിടുക്കത്തിയായിരുന്നു അപ്സര പുറത്ത് പോയാൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. രതീഷ് ടോപ്പായിരുന്നു, പക്ഷെ കൈവിട്ട കളി. ഞാൻ പറഞ്ഞില്ലേ, ഒരു എനർജി ലെവലിൽ ചില സിറ്റുവേഷനിൽ നിങ്ങൾ പോകുമ്പോഴും ഓർത്തോളൂ, നമ്മൾ വിചാരിക്കുന്നവർക്കുള്ള എനർജി ലെവലായി. അപ്പോൾ നമ്മൾ അതിൽ പ്രവർത്തിക്കുമ്പോൾ രാവിലെ എണീച്ച് നിന്ന് കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ കഴുത്തിലൊരു മാല വീട്ടുകാർ കൊണ്ടു തന്ന, അല്ലെങ്കിൽ എൻ്റെ അത്ര വലിപ്പമുള്ള ഒരു പാവ കൊണ്ടുവരുമ്പോൾ എൻ്റെ കൂടെയുള്ള ഒരാളിനെപ്പോൾ ഒരു ബലം നമുക്കതുണ്ടാവും. അപ്പോൾ നമ്മുടെ ഒറിജിനൽ കളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മാസ്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ മാസ്കിങ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ജെന്യൂനിറ്റി ഉണ്ടോ? ഇല്ല. അപ്പോൾ മറ്റുള്ളവരെല്ലാം ഇപ്പോൾ തന്നെ ജിൻഡോ എടുക്ക്, ഇന്നലെ കഴിഞ്ഞ ആ ചാപ്പ കുത്തുന്നതിൽ ജിൻഡോയുടെ കൺട്രോൾ വിട്ടു. കാരണം അവൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ ജിൻഡോയുടെ ഒറിജിനൽ മസിൽ പവർ, ജിൻഡോ ഇതുവരെയ്ക്ക് ആക്രമണ സ്വഭാവം കാണിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ അത് പുറത്തേക്ക് വന്നു. ആ ചാപ്പ കുത്തുന്ന അത് ഒരു പ്രത്യേക ലെവലിലാണ്. അപ്പോൾ ജിൻഡോയുടെ കഴുത്തിലേക്ക് ഒരു കൊന്തയൊക്കെ കൊണ്ടിട്ട് ഒരു ഇതൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് ഒരു പാവയൊക്കെ കൊടുത്ത് ജിൻഡോയെ ഒരു മൈൽഡ് ടൈപ്പ് ആക്കി കഴിഞ്ഞാൽ ഒറിജിനൽ കളി പുറത്ത് വരും. നിങ്ങൾ കണ്ടു നോക്കുക, വ്യത്യാസം മനസ്സിലാക്കുക. ആദ്യമുള്ള കളികളിലും പിന്നെ വരുന്ന ന്യൂട്രലൈസ് ചെയ്ത കളികളിലും നിങ്ങൾ പോയാലും മനസ്സിലാക്കുക. നീതി തന്നെ ആയിരിക്കണം. അപ്പോൾ 2 കാര്യങ്ങളിൽ നീതി പാലിക്കപ്പെടേണ്ടതുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞ അദ്ദേഹം മുൻ മത്സരാർത്ഥി. ഇനി ഇപ്പോൾ ഈ പറഞ്ഞ സിനിമാ സംവിധായകൻ്റെ ഒരു കാര്യത്തിലുള്ളത് അവർ കൊണ്ടൊന്ന് കേസ് പോലീസ് സ്റ്റേഷനിലേ കൊടുത്തത്. അതുപോലെ ഇവിടെ പരാതിക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പോലീസിന് നിയമവ്യവസ്ഥയിലും പോയി ചെയ്യണം, അല്ലേ? അതാണ് അതിൻ്റെ ഒരു ജുഡീഷ്യസ് ആയിട്ടുള്ള അവസ്ഥ. ചുമ്മാ